ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളികൾക്ക് ഭയങ്കര സുപരിചിതമായ രണ്ട് പേരാണ്, നാരായണൻകുട്ടി ചേട്ടനും പിന്നെ റഹ്മാനൊക്കെ. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ സിനിമയിൽ വിശേഷമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കാം. അപ്പോൾ സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ സിനിമ റിലീസിനൊക്കെ ഒരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ആ സിനിമത്തെ ക്യാരക്ടർ എങ്ങനെയെന്നൊക്കെ പറയാമോ? ഞാൻ അതിനകത്തൊരു ചായക്കടക്കാരനാണ്. ചായക്കട. ആ ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ ചായക്കടയെ വന്ന് കയറി ഇറങ്ങിയിട്ട് പോകും. ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഈ ചായക്കട വഴിയാണ് പോകുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ന്യൂസ് പേപ്പർ എന്ത് പറയണമെങ്കിലും അവിടെ ചെന്നാൽ മതി. അതേപോലെ ഒരു സ്ഥലമാണോ? അല്ല, അതേപോലെ സ്ഥലമല്ല, അതേപോലെ സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. എല്ലാ ഡിസ്കഷൻസും ആ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളും വന്നു പോകുന്ന ഒരു സ്ഥലം. അപ്പൊ ഇക്കടെ റോളിനെ പറ്റി പറയാമോ? എൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ ഒരു ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് എൻ്റെ മകൻ ഒരു MBBS പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ജീവിതം വളരെ പ്രതീക്ഷയോടുകൂടി, എല്ലാ മക്കളെയും നമ്മൾ അച്ഛന്മാരും മാതാപിതാക്കളും വളർത്തുന്ന അങ്ങനെയാണല്ലോ, വളരെ പ്രതീക്ഷയോടുകൂടി. ആ പ്രതീക്ഷക്കൊക്കെ മങ്ങലേറ്റ് ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും മോശ അവസ്ഥ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുകയും അതിൻ്റെ ഒരു കാരിയറാകുകയും അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളർത്തിയ ജീവിതം തകർന്ന് താറുമാറാകുകയാണ്. അവിടെ നിന്നൊരു ട്വിസ്റ്റാണ് ആ ക്യാരക്ടർ. അത് ഞാനത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഒരുപാട് ഇല്ലെങ്കിലും ഭയങ്കര പെർഫോമിങ് ഏരിയ ഉള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അത്. പിന്നെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഈ സിനിമ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളൊക്കെ വർഷങ്ങളായി സിനിമയിൽ വന്നിട്ട് ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്തൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ സിനിമയുടെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്, ന്യൂജൻ തരംഗമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ വയലൻസാണ് കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സാണ് കൂടുതൽ കയറുന്നത്. അവരങ്ങനെ വയലൻസുള്ള പടങ്ങളൊക്കെ വലിയ ഹിറ്റാക്കി കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ ഇതിൽ തികച്ചും വ്യത്യസ്തമായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ കൂടെ പോയിട്ട് ഒരു ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്ന സിനിമയാണ് ഇത്. കുടുംബസമേതം മക്കളായിട്ട് ഒരുമിച്ച് കാണേണ്ട സിനിമ കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പൊ ഈ വയലൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ അടുത്ത് സലീം ചേട്ടനും പറഞ്ഞായിരുന്നു, ഇപ്പൊ മലയാള സിനിമയിൽ കൂടുതലും വയലൻസ് ആണ്, കോമഡി എന്നുള്ള ആ ഒരു കോമഡികൾ കോൺസെപ്റ്റ് പോയി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ആണെങ്കിലും കോമഡികൾ ഒരുപാട്. ഞങ്ങൾ രണ്ടുപേരും കോമഡി മാത്രമല്ല ചെയ്യുന്നത്, സീരിയസ് ആയ ക്യാരക്ടർ ചെയ്യാറുണ്ട്. അങ്ങനെ സീരിയസും കോമഡിയും കൂടി ചെയ്താണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിലായത്. എങ്കിലും വയലൻസ് ആണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഇത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ വയലൻസ് ആണെങ്കിൽ പോലും പണ്ടത്തെ അത്രയും കോമഡി സിനിമയിൽ ഇപ്പോഴും ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഫീൽ ഗുഡ് സിനിമയിൽ ഇപ്പോഴും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളാണെങ്കിലും പണ്ടും എല്ലാ കാലത്തും ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ ഒരു രാംജോറാവ് സ്പീക്കിംഗ് വന്നപ്പോ അതിനോട് തുറന്ന് പിന്നെ ഒരുപാട് കോമഡി പടങ്ങൾ. കോമഡി ഒരിക്കലും നശിക്കില്ല, എന്നും കോമഡിക്ക് സാധ്യത. ജനങ്ങൾ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ അധികം പേര് തിയേറ്ററിൽ പോകുന്ന തന്നെ ജീവിത പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോകണം. അപ്പോൾ അവിടെ ഹ്യൂമർ കൊടുത്തത് തീർച്ചയായിട്ടും. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മൂവി തന്നെ ചിലപ്പോൾ ഒരു ക്യാരക്ടർ ചെറിയ തമാശ പറഞ്ഞാൽ ഭയങ്കര ചിരിയായിരിക്കും. കോമഡിക്കുന്ന സാധനമുണ്ട്. അത് ചില സമയത്ത് മാറിയിരിക്കുന്ന ആ ടൈപ്പ് സബ്ജക്റ്റ് വരാത്തോണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ സൂപ്പർ ജിംനി എന്നത്. അല്ല, അതല്ല, അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് കോമഡി. ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ സിറ്റുവേഷൻ പ്രകാരം അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സീരിയസ് ഉണ്ട്. റഹ്മാന്റെ ക്യാരക്ടറൊക്കെ ഗംഭീര സീരിയസ് ആണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമോ എന്ന് പോലും ജനങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇദ്ദേഹം കോമഡി ചെയ്ത് വന്ന ആളാണ്. ശരിയാ. അല്ല, അത് മാത്രമല്ല, നല്ല ക്യാരക്ടറാണ്. ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ഈ പടം കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയാം. ശരിയാ. ഇപ്പൊ സിനിമ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇപ്പൊ ഡ്രഗ്സിനെ പറ്റി സംസാരിക്കുന്നു അങ്ങനെയൊക്കെ. അപ്പൊ ഇപ്പത്തെ തലമുറ എന്ന് പറയുന്നത് തന്നെ ഡ്രഗ്സിന് ഭയങ്കര അഡിക്റ്റ്. ഈ അടുത്തന്നെ നമ്മളൊരു ന്യൂസ് കണ്ടില്ലേ, ഒരു ഡ്രഗിൽ അഡിക്റ്റ് ആയിട്ട് സ്വന്തം അമ്മേനെ
കൊന്നിരിക്കുകയാണ് ഒരു കുഞ്ഞുമോൻ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ സിനിമയിലും കൂടെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് തിരിച്ചൊരു മറുപടി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ അവയർനെസ് ഉള്ള മൂവി ആയിരിക്കും ഇങ്ങനെയുള്ള. ഇപ്പൊ ചേർന്നാകുളത്ത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇപ്പൊ അമ്മയെ മകൻ കൊന്ന സംഭവം, ഇതിനൊക്കെ ഒരു ബേസിക് കാരണം ഈ ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ഒരു അവയർനെസ് കൊടുക്കുന്ന മൂവിയാണത്. അപ്പോൾ ഇതില് ഈ സൂപ്പർ ജിംനി എന്ന് പറയുന്ന ഒരു പേരിന് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. എന്തോ ഇത് സൂപ്പർ അത് പടം കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ ഈ പേരും കഥയൊക്കെ കേട്ടപ്പോ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഒരു റിയാക്ഷൻ? നമ്മൾ ഏത് പടം കിട്ടിയാലും നമ്മളിപ്പോ ചെയ്യും. അത് ഈ പടത്തിനൊരു പ്രത്യേകത, നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ അനുസരിച്ചാണ് അതിന് പ്രത്യേകത. ജിമിനി എന്ന് പറഞ്ഞപ്പോൾ ഇതെന്തായിരിക്കും നോക്കാം, അങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് ഇത്രയും നല്ലൊരു പടം നമ്മൾ ചെയ്തു ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട്. വളരെ ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ് അനു. എൻ്റെ ഡയറക്ടർ അനു പുരുഷോത്തമൻ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ തരണം ചെയ്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ പൂർത്തീകരിച്ച് തിയേറ്ററിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടായിരിക്കും പറഞ്ഞു. എല്ലാ സിനിമക്കും ഉണ്ടാകും പ്രശ്നങ്ങളൊക്കെ, ഇതൊക്കെ തരണം ചെയ്ത് ഒരുപാട്. ഇതിപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്തൊക്കെ എൻ്റെ എഡിറ്ററൊക്കെ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹമൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന സിനിമയൊക്കെ എല്ലാം നമുക്ക് വിജയിക്കണമെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും. കാരണം ഒരാളുടെ അധ്വാനമല്ലോ, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകില്ല. അപ്പോൾ അദ്ദേഹം പൈസ കൊടുക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ്. പ്രൊഡ്യൂസറുടെ മനസ്സിലൊരു ടെൻഷനും ഉണ്ടാവും, അതും മാറും. ഈ പടം വരെയും കഴിയുമ്പോൾ അതൊക്കെ മാറും. 24-ാം തീയതി ആണ് അതിൻ്റെ ഒരു ഈ ഒരു പ്രസവ വേദന പോലെയാണല്ലോ സിനിമ. നമ്മള് ഇപ്പൊ ഓഡിയൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വയലൻസ് ഒരുപാടുള്ളതുകൊണ്ട് അവർക്കൊരു ഫീൽ ഗുഡ് മൂവി നല്ലോണം വന്നാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലാണ്. അപ്പൊ എന്തായാലും ഒരു പോസിറ്റീവ് തന്നെ ആയിരിക്കുമല്ലോ സിനിമയുടെ ഇതും. അത്ര നിങ്ങൾക്ക് തന്നെ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല സിനിമകളെല്ലാം ജനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. വയലൻസ് മാത്രമല്ല, ഇപ്പൊ രേഖാചിത്രമൊക്കെ വലിയ ഹിറ്റല്ലേ. അത് വലിയ വയലൻസ് ഒന്നും പറയാനല്ലോ, ഒരു അന്വേഷണ ചിത്രം. അങ്ങനെ ഒരുപാട് കിഷ്കിണ്ട കാണ്ഡം അങ്ങനെയുള്ള എത്രയോ ഹിറ്റുകൾ, നല്ല സിനിമകൾ. ഇപ്പൊ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എനിക്ക് വേണ്ട സിനിമകൾക്ക് വലിയ ഫ്ലെക്സും അല്ലെങ്കിൽ വലിയ പരസ്യ ബോർഡൊന്നും ആവശ്യമില്ല. ജനങ്ങളുടെ നാവാണ്. ജനങ്ങൾ ആദ്യം വെള്ളിയാഴ്ച തിയേറ്ററിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സിനിമക്ക് പോകുമ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞതിന് ശേഷം പോകുള്ളൂ. കാരണം ഒന്നാമത് ഫാമിലിയായിട്ട് പോകാന്നൊരു സാധാരണക്കാരൻ പോകുന്ന വെരി എക്സ്പെൻസീവ്. പണ്ട് സിനിമക്ക് പോകണോട്ടല്ല. പണ്ട് നമ്മളൊക്കെ പരടി കളിക്കുമ്പോൾ 2 രൂപ ആയിട്ടുള്ളൂ തിയേറ്ററിൽ അല്ലേ. ഇന്നതൊക്കെ മാറി. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ തിയേറ്റേഴ്സിനും ഓഡിയൻസിനും മാറ്റം വരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കും ഇപ്പൊ കോമഡി ഇനിയിപ്പോ വന്ന നിങ്ങൾക്ക് കോമഡിയാണോ ചെയ്യാൻ കൂടുതൽ ഇഷ്ടം, അത് സീരിയസ് റോൾ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ് ആണ് ചെയ്യാൻ? കോമഡി എന്നുള്ളതില്ല, നമ്മൾ എന്ത് ക്യാരക്ടർ കിട്ടിയാലും നമ്മൾ ചെയ്യും. പക്ഷെ കിട്ടുന്ന ക്യാരക്ടർ നമ്മുടെ മനസ്സിന് ഇണങ്ങിയതാണെങ്കിൽ അത് സൂപ്പറാക്കാൻ പറ്റും. ഒരു ആക്ടറിന് അത്രേ ഉള്ളൂ കാര്യം. ആക്ടറിന് നല്ല വേഷം കിട്ടാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഇപ്പൊ സലീം ചേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളും വന്നായിരുന്നു ഈ അടുത്ത്. കോമഡി, പണ്ടത്തെ കോമഡികളൊക്കെ കുറെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം, അല്ലെങ്കിൽ ഇപ്പത്തെ കോമഡികൾക്ക് അതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നോണ്ട് ആ ആസ്വാദനം എന്ന് പറയുന്ന ആ ഒരു ഇത് ഇല്ല എന്നൊക്കെ. അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അതെന്താ അങ്ങനെ വരുന്നത്, പൊളിറ്റിക്സിൽ വരുന്ന ഒരു പടങ്ങളൊക്കെ പൊളിറ്റിക്സുകാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ അവർ അപ്പുറത്ത് കുഴപ്പം ഇപ്പുറത്ത് കുഴപ്പം. ഇതിന് അതൊന്നുമില്ല. ഇതൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഹോട്ടൽ വഴിയായിട്ട് എങ്ങനെ പോകുന്നത്, അത് ചെറിയ ചായക്കട, അവിടുത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാർ, അവരുടെ സംഭവങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട്. എങ്കിലും ആ സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് പെർഫോം ചെയ്യുന്നതാണ് ഈ പടം. അത് നമുക്ക് കിട്ടുന്നൊരു അവസരം ഉണ്ടല്ലോ, ആ അവസരത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ലൊക്കേഷനിലൊക്കെ? എങ്ങനെയായിരുന്നു ലൊക്കേഷനൊക്കെ? നല്ല രസമായിരുന്നു. ലൊക്കേഷന് കുഴപ്പമുണ്ടായിരുന്നു, നല്ല ഭക്ഷണം കിട്ടിയിരുന്നു അല്ലേ? ഭക്ഷണം കിട്ടിയിരുന്നു. ഞാനൊക്കെ ഡെയിലി പോയി വന്ന് അഭിനയിച്ച പടം. അതെ അതെ. പത്തനംതിട്ട പോവുക, സ്വന്തം വണ്ടിയിൽ ഓടിച്ചു പോവുക, ഷൂട്ട് ചെയ്യുക, തിരിച്ച് വീട്ടിൽ വരാം. പിന്നെ അടുത്ത ദിവസം ഉണ്ടായില്ല, അങ്ങനെ മാറി മാറി. നമ്മള് എല്ലാ സിനിമയും നമ്മൾ റിലീസാകുന്ന നേരത്ത് വെറുതെ പറയും, വെറുതെ അല്ല, ഇത് പടം കയറി കൊളുത്തും പറ്റും. ഇതങ്ങനെയല്ല. എനിക്ക് ഈ സിനിമ ഒരു നന്നാവും എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം അനുവിൻ്റെ ഒക്കെ ഒരു ഹാർഡ് വർക്കിംഗ് അത്രയുണ്ട്. പിന്നെ അതിന് ഒരു റിസൾട്ട് ഉണ്ട്. കാരണം ഇത് തിയേറ്ററിൽ ഓടും ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ
അനുവിൻ്റെ ഒരു ആദ്യ സിനിമ ഒരു മോശം സിനിമ ആകില്ല, ഉറപ്പാണ്. നമുക്ക് ഒരു സംവിധായകനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം അതാണ്, ഒരു സിനിമ ചെയ്യുമ്പോൾ അത് മോശം അഭിപ്രായം വരാതിരിക്കാം. അത് വരില്ല ഒരിക്കലും. ഇത് ജനം ഏറ്റെടുക്കാനും സാധ്യതയുള്ള സിനിമയാണ് അല്ലേ? അതെ അതെ അതെ. കാരണം അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല പാട്ടുകളുണ്ട്, എല്ലാ ചേരുവകളും അത്യാവശ്യം ഫൈറ്റ് ഉണ്ട്, നല്ല ഹ്യൂമർ ഉണ്ട്, നല്ല സെന്റിമെന്റ്സ് ഉണ്ട്. പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന എല്ലാ സാധനം ഒരു അവിയൽ പരുവത്തിൽ ഈ സൂപ്പർ ജിംനിയിലുണ്ട്. അപ്പോൾ അതൊക്കെയാണല്ലോ വേണ്ട ശരിക്കും. പിന്നെ കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന സിനിമ. നമുക്ക് അച്ഛനും അമ്മയും പ്രായപൂർത്തിയായ മകളും പ്രായപൂർത്തിയായ പെങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്ന് കാണാം. കാണേണ്ട സിനിമ. അത് ഞാൻ പറഞ്ഞ സാധ്യതയുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട് സിനിമ. പിന്നെ ഇത് ഒരുപാട് പൈസ ഒന്നും മുടക്കി വലിയ ക്യാൻവാസിലെടുത്ത സിനിമ എന്ന് പറയും. ചെറിയ പൈസ മുടക്കി ചെറിയ രീതിയിലെടുത്ത അത്യാവശ്യം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. എടുത്തു പറയത്തക്ക വലിയ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാന്നുള്ളൂ. ഇപ്പം എനിക്ക് വേണം ഇപ്പോഴത്തെ സിനിമകൾക്കൊക്കെ സൂപ്പർ താരങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. സബ്ജക്റ്റ് ബേസിന് നല്ലതാണ്, ആൾക്കാർക്ക് നല്ല ഒരു ഇത് റിസൾട്ട് കൊടുത്താൽ അതിനുള്ള റിസൾട്ട് തിരിച്ചു വരും. അപ്പോൾ ഇനിയിപ്പം നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഇതുവരെയൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന സിനിമകൾ എങ്ങനെ, ഈ വർഷം ഇനി നിങ്ങളുടെ സിനിമകളുണ്ടോ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ പുഞ്ചിരി മുറ്റത്ത് ഇട്ടിക്കോരാന്ന് പറഞ്ഞ സിനിമയാണ്. അതിപ്പോൾ ഷൂട്ട് നടക്കുന്നുണ്ട്. എൻ്റെ ഒരു സിനിമ 24-ാം തീയതി തന്നെ വേറൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, ബെസ്റ്റി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ട്. അതിലും കുഴപ്പമില്ലാത്തൊരു കാരണം. അതിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ടാണ്. ഒരു പടം നടന്നുകൊണ്ടിരിക്കുന്നത്, ഫാഷൻ എന്നൊരു പടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളത്. അത് തിരുനാവായ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങൾ രണ്ടുപേരും ഇനിയും വേറെ വേറെ വെറൈറ്റി ക്യാരക്ടേഴ്സിൽ നമ്മുടെ ഒപ്പം എത്താൻ പോകണേ. നമ്മൾ കാത്തിരിക്കേണ്ടി വരട്ടെ. എന്റെ ക്യാരക്ടർ കിട്ടിയാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ തരാൻ ആൾക്കാരുണ്ടാവണം. അയാൾക്ക് കൊടുത്താൽ അത് ചെയ്യും എന്ന് അവർക്കൊരു തോന്നൽ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഈ സിനിമയെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ല. എല്ലാ ഒരു സിനിമ ഇഷ്ടപ്പെടാവുന്ന പ്രേക്ഷകരുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടെ ഒരുക്കിയിട്ടുണ്ട് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ കഥയാണ്, തിരക്കഥയാണ്, സംഭാഷണമൊക്കെ അനുപുരുഷോത്തം തന്നെയാണ്. ഇനി തിയേറ്ററിൽ വന്നിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് പറയേണ്ട എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഈ സിനിമ ഒരു വലിയ ഹിറ്റാക്കി മാറ്റുക. എന്താ വെച്ചാൽ ഇതിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവരുടെയും സന്തോഷം. പിന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ എൻ്റെ പുറകിൽ ഒരുപാട് പൈസ മുടക്കി. അപ്പോൾ അത് നല്ല സിനിമയാണെന്ന് തുറന്നു പറയാനുള്ള മനസ്സുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പല ഹിറ്റുകളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതായിരിക്കും. സിനിമ എല്ലാവരും പോയി തിയേറ്ററിൽ ആദ്യത്തെ ദിവസം തന്നെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ സിനിമ ഒരുപാട് തിയേറ്ററിൽ റിലീസാകുന്ന ഒരു സിനിമ അല്ല ഇത്. എനിക്ക് അത്യാവശ്യം തിയേറ്ററുണ്ട്. അപ്പോൾ നല്ല ഒരു പ്രതികരണം വരികയാണെങ്കിൽ അത് കൂടുതൽ തിയേറ്ററിലോട്ട് എത്തും, കൂടുതൽ കളക്ഷൻ നേടും, എല്ലാവർക്കും ഗുണം, ഞങ്ങൾക്ക് സന്തോഷം, സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സന്തോഷം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാട്ടെ പ്രാർത്ഥിക്കുന്നു. അതെ, നിങ്ങളും ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് ഞങ്ങളുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.